മക്കളുടെ ജനന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയി തിരികെ വന്നപ്പോൾ ഒരു പിതാവിന് കാണേണ്ടി വന്നത് തന്റെ 4 ദിവസം പ്രായമുള്ള ഇരട്ടക്കുഞ്ഞുങ്ങളുടെ ജീവനറ്റ ശരീരങ്ങളാണ്. യുദ്ധം തകർത്തെറിഞ്ഞ ഗാസയിലാണ് സംഭവം. ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ പൊലിഞ്ഞുപോയ ഒട്ടനവധി ജീവിതങ്ങളുടെ കൂട്ടത്തിൽ ഇതുകൂടി. യുദ്ധക്കെടുതികളിൽ നീറുമ്പോഴും വീട് വിട്ട് മറ്റൊരിടത്ത് അഭയം തേടുമ്പോഴും മുഹമ്മദ് അബു അൽ കുംസാന്റെ നിരാശയിലാണ്ട ജീവിതത്തിൽ വെളിച്ചമായത് 4 ദിവസം മുമ്പ് തനിക്ക് ജനിച്ച ഇരട്ടക്കുട്ടികളായിരുന്നു. അസർ, ഐസൽ എന്നീ ഇരട്ടക്കുട്ടികൾ പിറന്നതിന്റെ സന്തോഷത്തിലായിരുന്നു കുംസാനും കുടുംബവും. കുഞ്ഞുങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് വാങ്ങാനെത്തിയപ്പോഴാണ് അയൽപ്പക്കത്തു നിന്ന് ഫോൺ വിളിയെത്തുന്നത്. കുംസാനും കുടുംബവും താമസിച്ചിരുന്ന സ്ഥലത്ത് ഇസ്രയേലിന്റെ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നു. ആക്രമണത്തിൽ ഭാര്യയും ഇരട്ടക്കുട്ടികളും ഭാര്യാമാതാവും കൊല്ലപ്പെട്ടെന്നറിഞ്ഞതും കുംസാന്റെ ശരീരം വിറച്ചു. കുംസാന്റെ കൈകളിൽ അപ്പോഴും തന്റെ കുഞ്ഞുങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കുഞ്ഞുങ്ങളെ മോർച്ചറിയിലേക്ക് എത്തിച്ചപ്പോൾ കുംസാൻ വാവിട്ട് കരഞ്ഞു. ഗാസയിൽ ഇതുപോലെ എത്ര മനുഷ്യർ തന്റെ അച്ഛനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും നഷ്ടമായതിൽ മനം നൊന്ത് അലറിക്കരഞ്ഞിട്ടുണ്ടാകും. യുദ്ധം എന്നും മനുഷ്യന് സമ്മാനിക്കുന്നത് അനാഥത്വവും ഭീകരതയും മാത്രമാണ്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ പോലും ആക്രമണങ്ങൾ അവിടെ തുടർക്കഥയാവുകയാണ്.